ഗസയിലെ ഇസ്രായേൽ ഉപരോധം തകർക്കാൻ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില ബാഴ്സലോണയിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു. സുമുദ് എന്ന അറബ് വാക്കിന്റെ അർത്ഥം സ്ഥിരത അല്ലെങ്കിൽ അടങ്ങാത്ത പ്രതിരോധം എന്നാണ്. മരുന്നും ഭക്ഷണ കിറ്റുകളും നിറച്ച ബോട്ടുകളും ഗസ മുനമ്പിലേക്ക് നീങ്ങുകയാണ്. 44 രാജ്യങ്ങളിൽ നിന്നുള്ള 20 ബോട്ടുകളും ഒട്ടേറെ പ്രതിനിധി സംഘങ്ങളും അടങ്ങുന്ന ഈ യാത്ര കടൽ വഴി ഇസ്രായേൽ ഉപരോധം തകർക്കാനുള്ള ഏറ്റവും വലിയ ശ്രമമാണെന്നാണ് പറയപ്പെടുന്നത്. പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ള പ്രമുഖരും ഇക്കൂട്ടത്തിലുണ്ട്. വിജയം കാണുമോ ഈ ദൗത്യം? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില 44 രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളുടെയും ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തകരുടെയും ഒരു അന്താരാഷ്ട്ര സംരംഭമാണ്. ഗസയിലെ ഇസ്രായേൽ ഉപരോധം ഭേദിക്കുക, അടിയന്തര മാനുഷിക സഹായം എത്തിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഓഗസ്റ്റ് 31 ബാഴ്സലോണയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ ഇറ്റലിയിലെയും ടുണീഷ്യയിലെയും തുറമുഖങ്ങളിൽ നിന്നുള്ള കൂടുതൽ കപ്പലുകൾ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയോടൊപ്പം ചേരും. ഇസ്രായേലിന്റെ അനധികൃത ഉപരോധം ഭേദിക്കാനുള്ള ഏറ്റവും വലിയ സിവിലിയൻ ശ്രമമാണിതെന്നാണ് ഫ്ലോട്ടിലയുടെ സംഘാടകർ പറയുന്നത്. ഓഗസ്റ്റ് 31 ബാഴ്സലോണയിൽ നിന്ന് തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഏകദേശം 20 കപ്പലുകളും 300-ലധികം ആക്ടിവിസ്റ്റുകളുമാണ് ഭാഗമായത്. പിന്തുണ പ്രഖ്യാപിക്കാൻ തുറമുഖത്ത് ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു. മുൻ ബാഴ്സലോണ മേയർ അഡാ കൊലാവ്, ഹോളിവുഡ് നടി സൂസൻ സാരണ്ടൻ, ഗെയിം ഓഫ് ത്രോൺസ് നടൻ ലിയാം കണ്ണിംഗ്ഹാം തുടങ്ങിയവരും യാത്രയിൽ പങ്കെടുക്കുന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ യാത്ര തുടങ്ങി കുറച്ചു മണിക്കൂറുകൾക്കകം മോശം കാലാവസ്ഥ കാരണം ഫ്ലോട്ടില ബാഴ്സലോണയിലേക്ക് തന്നെ തിരിച്ചെത്തി. ക്യാപ്റ്റന്മാരുടെ മീറ്റിംഗിന് ശേഷം സെപ്റ്റംബർ 1 തന്നെ യാത്ര തുടരാനാണ് തീരുമാനം. സെപ്റ്റംബർ 4 ടുണീഷ്യയിൽ നിന്നും മറ്റ് തുറമുഖങ്ങളിൽ നിന്നും കൂടുതൽ കപ്പലുകൾ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൊത്തം 70-ലധികം കപ്പലുകൾ ഗസയിലേക്ക് എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. 10,000-കണക്കിന് ആളുകൾ ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. കൃത്യമായ എണ്ണം പിന്നീട് വ്യക്തമാക്കുമെന്നും സുരക്ഷാ കാരണങ്ങളാൽ തുറമുഖങ്ങളുടെയും കപ്പലുകളുടെയും വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണെന്നും ഫലസ്തീൻ ആക്ടിവിസ്റ്റ് സൈഫ് അബൂഖേഷ് പറയുന്നു. ഫ്ലോട്ടിലേക്ക് ഗസയിലേക്ക് എത്താൻ 7 മുതൽ 8 ദിവസം വരെ എടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. പ്രതിസന്ധി ബാധിച്ച പ്രദേശങ്ങളിലേക്ക് ഭക്ഷണം, മരുന്ന്, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ എത്തിക്കാൻ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടം ബോട്ടുകളോ കപ്പലുകളോ ആണ് ഫ്ലോട്ടില എന്നറിയപ്പെടുന്നത്. വിമാനമാർഗമോ കരമാർഗമോ ഉള്ള വിതരണ മാർഗങ്ങൾ തടസ്സപ്പെടുകയോ പ്രവേശനം അസാധ്യമാവുകയോ ചെയ്യുമ്പോഴാണ് ഇത്തരം ഫ്ലോട്ടിലകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. 2007 മുതൽ ഇസ്രായേൽ ഗസയുടെ വ്യോമ മേഖലയിലും കടൽ മേഖലയിലും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളുടെ സഞ്ചാരം വരെ പരിമിതപ്പെടുത്തിയിരുന്നു. 2001 ഇസ്രായേൽ യാസർ അറാഫത്ത് അന്താരാഷ്ട്ര വിമാനം ബോംബിട്ട് നശിപ്പിച്ചതിനാൽ ഗസയിൽ പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങളും ഉണ്ടായിരുന്നില്ല. ഫ്ലോട്ടിലകൾ സാധാരണയായി അന്താരാഷ്ട്ര സംഘടനകളുടെ സംരക്ഷണത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നാവിക നിയമങ്ങൾക്ക് വിധേയമായാണ് ഇവരുടെ നീക്കവും. മുൻകാലങ്ങളിലും ഇത്തരം ദൗത്യങ്ങൾ നടന്നിട്ടുണ്ട്. 2006 ഇസ്രായേലിന്റെ ലെബനൻ യുദ്ധവേളയിൽ സ്ഥാപിതമായ ഈ മൂവ്മെന്റ് 2008 മുതൽ 2016 വരെ 31 ബോട്ടുകൾ പ്രവർത്തിപ്പിച്ചിരുന്നു. അതിൽ 5 എണ്ണം കനത്ത ഇസ്രായേൽ നിയന്ത്രണങ്ങൾക്കിടയിലും ഗസയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. 2008 ഫ്രീ ഗസ മൂവ്മെന്റിന്റെ 2 ബോട്ടുകൾ ഇസ്രായേലിന്റെ നാവിക ഉപരോധം ഭേദിച്ച് ഗസയിലെത്തി. 2010 മുതൽ ഗസ ഉപരോധം ഭേദിക്കാൻ ശ്രമിച്ച എല്ലാ ഫ്ലോട്ടിലകളും അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തു. 2010 മാവി മർമര എന്ന കപ്പലിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 10 ആക്ടിവിസ്റ്റുകൾ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2011 ഫ്രീഡം ഫ്ലോട്ടില 2, 2015 ഫ്രീഡം ഫ്ലോട്ടില 3, 2018 ജസ്റ്റ് ഫ്യൂച്ചർ ഫോർ ഫലസ്തീൻ എന്നിങ്ങനെ ദൗത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 2025 മെയ് 2 മാൾട്ട തീരത്ത് നിന്ന് വെറും 14 നോട്ടിക്കൽ മൈൽ അകലെ കോൺഷ്യൻസ് എന്ന കപ്പലിന് നേരെ 2 ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും വലിയൊരു ദ്വാരം രൂപപ്പെട്ട് കപ്പലിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയും ചെയ്തു. കപ്പലിൽ ഉണ്ടായിരുന്ന 30 തുർക്കി അസർബൈജാനി ആക്ടിവിസ്റ്റുകൾ നടത്തിയ ജീവൻമരണ പോരാട്ടം അന്ന് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു. ഈ വർഷം ജൂൺ 9 ഗ്രെറ്റ തുൻബർഗ് ഉൾപ്പെടെ 12 സന്നദ്ധ പ്രവർത്തകരുമായി ഗസ മുനമ്പിലേക്ക് അവശ്യവസ്തുക്കളുമായി പുറപ്പെട്ട മദ്ലിൻ എന്ന കപ്പൽ ഇസ്രായേൽ സൈന്യം തടയുകയുണ്ടായി. ഫ്രീഡം ഫ്ലോട്ടില കോയിലിഷൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ദൗത്യം. ഫ്ലോട്ടിലയിൽ യാത്ര ചെയ്തതിന് സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രെറ്റ തുൻബർഗിനെ ഇസ്രായേൽ നാടുകടത്തുകയും ചെയ്തിരുന്നു. ജൂലൈ 26 സഹായവുമായി യാത്ര ചെയ്ത ഹന്താല എന്ന കപ്പലിന് നേരെയും ഇസ്രായേൽ ആക്രമണം ഉണ്ടായി. ഈ സംഭവങ്ങളെല്ലാം ഗസയിലേക്കുള്ള മാനുഷിക സഹായ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന്റെ ഭാഗമായിരുന്നു. ഫ്ലോട്ടില ദൗത്യത്തിൽ പങ്കാളികളാവുന്നവരെ ടെററിസ്റ്റ് എന്ന് വിളിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇറ്റാമിൻ ബെൻഗർ അവരെ അറസ്റ്റ് ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കപ്പലുകൾ പിടിച്ചെടുത്ത് സൈനിക ഉപയോഗത്തിന് മാറ്റുമെന്നും ബെൻഗർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തവണയും ഗ്രെറ്റ തുൻബർഗ് തന്നെയാണ് ഫ്ലോട്ടിലയുടെ പ്രധാന മുഖങ്ങളിലൊന്ന്. ഫ്ലോട്ടിലയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും ഗ്രെറ്റ അംഗമാണ്. ഗവൺമെന്റുകൾ പരാജയപ്പെടുമ്പോൾ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് യാത്ര പുറപ്പെടും മുൻപ് ഗ്രെറ്റ AFPയോട് പറഞ്ഞിരുന്നു. അജയ്യരാണെന്നാണ് ഇസ്രായേൽ സ്വയം കരുതുന്നത്. പക്ഷേ അവർ വീണ്ടിരിക്കുമെന്നും ഗ്രെറ്റ പറയുന്നു. ഫ്ലോട്ടിലേക്ക് ലോകമെമ്പാടുമുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. 44 രാജ്യങ്ങളിൽ ഒരേ സമയം പ്രകടനങ്ങൾ നടക്കുന്നു. ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില, ബ്രേക്ക് ദ സീജ് എന്നീ ഹാഷ്ടാഗുകൾ ഹെക്സിൽ ട്രെൻഡിങ്ങുമാണ്. കൊളംബിയ, ഓസ്ട്രേലിയ, മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളും ദൗത്യത്തിന്റെ ഭാഗമാകാൻ എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. സെപ്റ്റംബർ പകുതിയോടെ ഗസ തീരത്തെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഇടപെടലാകും ഉണ്ടാവുക എന്ന ആശങ്കയും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്.